ഇപ്പോൾ തിരുവനന്തപുരം മേയർ വി രാജേഷ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ വി രാജേഷ്, ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. ആക്കുളം, ഉള്ളൂർ, പ്രശാന്ത് നഗർ, ചെറുവൈക്കൽ പ്രദേശങ്ങളിൽ 2 ആഴ്ചയായി വെള്ളമില്ല. മേയർ, വെള്ളമില്ല. വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നില്ല. ഈ ടാങ്കർ പോകുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ സൗജന്യമായി വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇട റോഡുകളിലും ഫ്ളാറ്റുകളുടെ മുകൾ നിലയിലുമൊക്കെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വെള്ളം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആദ്യം 3 ദിവസം എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റി പണി തുടങ്ങിയത്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് രൂക്ഷമാകും. ഞങ്ങൾ നിരവധി തവണ അവരോട് പറഞ്ഞതാണ്. എന്താണ് ഇപ്പോൾ അടിയന്തര പരിഹാരം? ഒന്നാമത് ചൂട് കാലമാണ്, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല എന്നുള്ള അവസ്ഥ. അതിന് ജലസേചന വകുപ്പ് മന്ത്രി ഒന്ന് വിളിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറയുക. കോർപ്പറേഷൻ 100 ടാങ്കറുകളിൽ പുറത്ത് ടാങ്കറുകൾ ഓടി പരമാവധി സൗജന്യമായി ആവശ്യപ്പെടുന്ന സ്ഥലത്തൊക്കെ എത്തുകയാണ്. പക്ഷേ ടാങ്കർ കയറാത്ത സ്കൂട്ടർ മാത്രം പോകുന്ന ഇട റോഡുകളിലും 5ഉം 10ഉം നിലയുള്ള ഫ്ളാറ്റിന്റെ മുകളിലേക്ക് വെള്ളം കയറണമെങ്കിൽ അത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ തന്നെ വേണം. അത് വാട്ടർ അതോറിറ്റിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. വാട്ടർ അതോറിറ്റി MD-യെയോ ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റി മന്ത്രിയെയോ ഒന്ന് വിളിക്കണം. മേയർ, അക്കാര്യത്തിൽ കോർപ്പറേഷൻ എടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ? ഞങ്ങൾ നിരന്തരം വാട്ടർ അതോറിറ്റിയായിട്ട് ചർച്ചയാണ്, സംസാരിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി പറഞ്ഞ ടാങ്കറിൽ വെള്ളം എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. കൂടുതൽ ടാങ്കറുകൾ കോർപ്പറേഷന്റെ ചെലവിലെടുത്ത് സൗജന്യമായി വെള്ളം എത്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഫ്ളാറ്റുകളുടെ മുകളിലേക്കും ടാങ്കർ കയറാത്ത ഇട റോഡുകളിലേക്കും പൈപ്പിലൂടെ വെള്ളം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയാൽ ഇപ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാരെ ഞാൻ നേരിട്ട് വിളിച്ചു സംസാരിച്ചിരുന്നു ഇക്കാര്യങ്ങൾ. ശരി, വളരെ നന്ദി മേയർ വി രാജേഷ്. ഘട്ടത്തിൽ പ്രതികരിച്ചത് ഇതിൽ കോർപ്പറേഷന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ സൗജന്യമായി വെള്ളം അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്ളാറ്റുകളിൽ മുകളിൽ വരെ വെള്ളം എങ്ങനെ എത്തിക്കും എന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് കോർപ്പറേഷൻ ചോദിക്കുന്നത്. വാട്ടർ അതോറിറ്റി തന്നെ അടിയന്തരമായി നടപടിയെടുക്കേണ്ട കാര്യമാണ്.